എന്നിട്ട് പോലും ഇതിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുകയോ അതിനൊരു പരിഹാരം കാണുകയോ അതിനു വേണ്ടിയത്ര രീതിയിൽ തീരുമാനമുണ്ടാക്കുകയോ ചെയ്തില്ല എന്ന് പറയുന്നത് ഏറെ സങ്കടമുള്ള കാര്യമാണ്. ഞാൻ സങ്കടമെന്ന് പറയുന്നു. കാരണം ഏറ്റവും സമൂഹത്തിലെ തുറന്നു വെച്ചുകൊണ്ട് സാധനം കൊടുത്തവരാണ് ഇവർ. നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും നിയമത്തിന്റെ ഉങ്ങുകൊണ്ട് അവരുടെ ഷോപ്പുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ എന്നെ പോലുള്ള ജനപ്രതിനിധികൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ന് സമരം തുടങ്ങുമ്പോൾ ഇന്നലെ ഞങ്ങൾ സമരം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ റേഷൻ വ്യാപാരികളോട് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ് റേഷൻ ഷോപ്പിലുള്ളത്, എന്താണ് കൊടുക്കാനുള്ളത്? ഇവിടെ കാർഡുമായി സാധാരണക്കാർ പണി കഴിഞ്ഞ് റേഷൻ ഷോപ്പിന്റെ മുമ്പിൽ വരുമ്പോൾ പലപ്പോഴും അതിൽ പറയുന്ന സാധനങ്ങൾ പോലും ഇല്ലാതെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം. കാലിയായ റേഷൻ ഷോപ്പുകളാണ്. ഈ കാലിയായ റേഷൻ ഷോപ്പിന് മുമ്പിൽ ഒരു മാതൃകാപരമായ സമരങ്ങളുമായിട്ടാണ് ഇന്നലെ ഞങ്ങൾ ചില റേഷൻ ഷോപ്പിന് മുമ്പിലേക്ക് വന്നത്. കാലിക പ്രസക്തിയുള്ള ഒരു സമരമാണ് നിൽപ്പ് സമരം. കാരണം സാധാരണക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യൂ നിൽക്കുകയും റേഷൻ കാർഡുമായി അതിന്റെ മുമ്പിൽ എത്തുമ്പോൾ സാധനമില്ലാതാവുകയും ചെയ്യുമ്പോൾ ഒരു മാതൃകാപരമായ സമരമാണ് നിൽപ്പ് സമരം. ആ നിൽപ്പ് സമരം ആചരിച്ചുകൊണ്ടാണ് ഇന്നലെ